PGP, pretty good privacy, it is used for electronic mail security. Then PGP le next topic ആണ് cryptographic keys and key rings. ഇതിനകത്ത് different types of keys യൂസ് ചെയ്യുന്നുണ്ട് PGP, public key, private key. സോ അതിനെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ നോക്കുന്നത്, cryptographic keys and key rings. സോ PGP പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു മെയിൽ സെൻഡ് ചെയ്യുമ്പോൾ അതിന് എൻക്രിപ്റ്റ് ചെയ്ത് അപ്പോൾ അതിന് കോൺഫിഡൻഷ്യാലിറ്റി ആ മെയിലിന് പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ ഒതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ആ മെയിലിനെ സെൻഡ് ചെയ്യുന്നത്. 4 types of keys ആണ് PGP യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് വൺ ടൈം സെഷൻ സിമ്മട്രി കീസ്. സെഷൻ കീസ് ഒരു പെർട്ടിക്കുലർ സെഷന് വേണ്ടി ഒരു കീ ഉണ്ടായിരിക്കും, അതിനെയാണ് സെഷൻ കീ എന്ന് പറയുന്നത്. ദെൻ ആ സെഷൻ എക്സ്പയർ ആകുമ്പോൾ ആ കീയും എക്സ്പയർ ആവും. ദെൻ അനദർ സെഷന് വേണ്ടി അനദർ കീ ജനറേറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ സെഷൻ കീസ് ഉണ്ടായിരിക്കണം, വൺ ടൈം ആണ് അത് യൂസ് ചെയ്യുന്നത്. ദെൻ പബ്ലിക് കീസ് വേണം, പ്രൈവറ്റ് കീസ് വേണം. ദെൻ അനദർ ടൈപ്പ് എന്ന് പറയുന്നത് പാസ് ഫ്രേസ് ബേസ്ഡ് സിമ്മട്രിക് കീസ്. പാസ് ഫ്രേസ് ബേസ്ഡ് കീസ് എന്ന് പറയുന്നത് പാസ്വേഡ് പോലെ യൂസ് ചെയ്യാൻ പറ്റിയ കീസാണ്. സിമെട്രിക് കീസിനെയാണ് പാസ് ഫ്രേസ് ബേസ്ഡ് സിമെട്രിക് കീസ് എന്ന് പറയുന്നത്. ഇത്രയും ടൈപ്പ് ഓഫ് കീസ് വേണം. 3 സെപ്പറേറ്റ് റിക്വയർമെന്റ്സ് ക്യാൻ ബി ഐഡന്റിഫൈഡ് വിത്ത് റെസ്പെക്ട് ടു ദീസ് കീസ്. അപ്പോൾ 3 റിക്വയർമെന്റ് ആണ് മെയിൻലി വരുന്നത്. എ മീൻസ് ഓഫ് ജനറേറ്റിംഗ് അൺപ്രഡിക്റ്റബിൾ സെഷൻ കീസ് ഈസ് നീഡഡ്. ഫസ്റ്റ് സെഷൻ കീസിനെ ജനറേറ്റ് ചെയ്യണം, അതാണ് വൺ റിക്വയർമെന്റ്. സെക്കൻഡ് റിക്വയർമെന്റ് പബ്ലിക് കീ പ്രൈവറ്റ് കീ പെയർ. നോർമലി ഒരു എൻക്രിപ്ഷൻ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയിൽ എൻക്രിപ്ഷനിൽ ഓരോ പാർട്ടീസിനും, അതായത് സെൻഡർ ആണെങ്കിലും റിസീവറിനാണെങ്കിലും പബ്ലിക് പ്രൈവറ്റ് കീ പെയർ ഒരു പെയർ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ പെയർസ് വേണം. ഡിഫറെന്റ് ആൾക്കാർക്ക് മെയിൽ സെൻഡ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് പബ്ലിക് കീ പ്രൈവറ്റ് കീ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരാൾക്ക് തന്നെ മൾട്ടിപ്പിൾ പബ്ലിക് കീ പ്രൈവറ്റ് കീ പെയർസ് വേണം. അപ്പൊ അതിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം, അതാണ് ഒരു റിക്വയർമെന്റ്. ദെൻ ഈച്ച് PGP entity മസ്റ്റ് മെയിൻറ്റെയിൻ എ ഫയൽ ഓഫ് ഇറ്റ്സ് ഓൺ. ഇപ്പൊ ഒരാൾക്ക് എന്ന് പറയുന്നത് ഒരു പബ്ലിക് കീ പ്രൈവറ്റ് കീ ആണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുഴപ്പമില്ല. ഇപ്പോൾ ഒരാൾക്ക് തന്നെ ഒരു 10 പബ്ലിക് കീ പ്രൈവറ്റ് കീ പെയർസ് ഉണ്ട്. ഓരോ ആൾക്കാരുമായിട്ട് മെയിൽ സെൻഡ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഓരോ കീസാണ് യൂസ് ചെയ്യുന്നത്. സോ അതിന്റെ ഒരു ഫയൽ കീപ്പ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അതർ പാർട്ടീസിന്റെ പബ്ലിക് കീസ്, കറസ്പോണ്ടൻസിന്റെ പബ്ലിക് കീസിന്റെ ഒരു ഫയലും കൂടി കീപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പൊ 2 ഫയൽ കീപ്പ് ചെയ്യേണ്ടി വരും. പ്രൈവറ്റ് കീ ഫയൽ കീപ്പ് ചെയ്യേണ്ടി വരും, സ്വന്തമായിട്ടുള്ള പബ്ലിക് കീ പ്രൈവറ്റ് കീ ഫയൽ വേണം. അതുപോലെ തന്നെ അതർ കറസ്പോണ്ടൻസിന്റെ പബ്ലിക് കീസിന്റെ ഫയലും കീപ്പ് ചെയ്യേണ്ടി വരും. PGP യൂസ് ചെയ്യുന്ന ഒരു കീ ആണ് സെഷൻ കീ. അതായത് ഓരോ ഇമെയിൽ സെഷനും വേണ്ടി സെപ്പറേറ്റ് കീസ് യൂസ് ചെയ്യണം. സെൻഡറിനും റിസീവറിനും മാത്രമാണ് ആ കീ അറിയാൻ പറ്റുള്ളൂ. ആ കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് മെസ്സേജസ് സെൻഡ് ചെയ്യുന്നത്. ദെൻ ഡീക്രിപ്റ്റ് ആ മെസ്സേജിനെ സെയിം സെഷൻ കീ വെച്ച് തന്നെ ഡീക്രിപ്റ്റ് ചെയ്യുന്നു, റിസീവർ അത് റീഡ് ചെയ്യുന്നു. സോ ഇത് സെഷൻ കീ എന്ന് പറയുന്നത് ഒരു സിമ്മട്രിക് എൻക്രിപ്ഷൻ അൽഗോരിതം ആണ് യൂസ് ചെയ്യുന്നത്. So each session key is associated with a single message and is used only for the purpose of encrypting and decrypting that message. ഓരോ മെസ്സേജിനും ഡിഫറെന്റ് സെഷൻ കീസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ മെസ്സേജ് എൻക്രിപ്ഷൻ ഓർ ഡീക്രിപ്ഷൻ ഈസ് ഡൺ വിത്ത് എ സിമ്മട്രിക് എൻക്രിപ്ഷൻ അൽഗോരിതം. സെഷൻ കീ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. അതിന് ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അൽഗോരിതംസ് ആണ് കാസ്റ്റ് 128 ഓർ IDEA യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുന്ന 128 ബിറ്റ് കീസ് യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ആണ്, അല്ലെങ്കിൽ DDES യൂസ് ചെയ്യാം. 168 ബിറ്റ് കീ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ കാസ്റ്റ് 128 യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സെഷൻ കീ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. റാൻഡം 128 ബിറ്റ് നമ്പേഴ്സ് ആർ ജനറേറ്റഡ് യൂസിങ് കാസ്റ്റ് 128 itself. സെഷൻ കീ എന്ന് പറയുന്നത് 128 ബിറ്റ് വരുന്ന സെഷൻ കീ ആണ് കാസ്റ്റ് 128 ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കാസ്റ്റ് 128 അൽഗോരിതത്തിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു 128 ബിറ്റ് കീ ഉണ്ടായിരിക്കും. Then 264 bit blocks that are treated as plain text. Encryption എന്ന് പറയുമ്പോൾ കാസ്റ്റ് 128 is an encryption algorithm. So encryption എന്ന് പറയുമ്പോൾ അതിന് plain text ഉണ്ടായിരിക്കും, കീ ഉണ്ടായിരിക്കും. കീ 128 bit length ആണ്. plain text എന്ന് പറയുന്നത് 2 64 bit ബ്ലോക്കുകളാണ്. അപ്പൊ അതിന് ഈ കീ യൂസ് ചെയ്തിട്ട് സൈഫർ ഫീഡ്ബാക്ക് മോഡാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്യുന്നു. എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൈഫർ ടെക്സ്റ്റ് കിട്ടും. സൈഫർ ടെക്സ്റ്റ് ഇസ് പ്ലെയിൻ ടെക്സ്റ്റിന്റെ സെയിം ലെങ്ത് ആണ്. 264 ബിറ്റ് സൈഫർ ടെക്സ്റ്റ് ബ്ലോക്സ് കിട്ടും. ആ ബ്ലോക്കിനെ കൺകാറ്റിനേറ്റ് ചെയ്യും. 64 plus 64 means 128 ബിറ്റ്. ആ ഔട്ട്പുട്ട് ആണ് സെഷൻ കീ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സെഷൻ കീ ജനറേറ്റ് ചെയ്യുന്നത്. PGP സെഷൻ കീ ജനറേറ്റ് ചെയ്യുന്നത് 3 അൽഗോരിതംസ്, ഏതെങ്കിലും 3 അൽഗോരിതംസ് യൂസ് ചെയ്യാം. കാസ്റ്റ് 128 ഓർ IDEA ഓർ 3DES. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് കാസ്റ്റ് 128 വെച്ചിട്ടാണ്. അപ്പോൾ 128 ബിറ്റ് സെഷൻ കീ ആണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് കീ ഐഡന്റിഫയേഴ്സ്. അപ്പോൾ ഒരുപാട് കേസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ പാർട്ടിയും, അത് സെൻഡർ ആണെങ്കിലും റിസീവർ ആണെങ്കിലും അവർക്ക് പബ്ലിക് പ്രൈവറ്റ് കീ പെയർസ് ഡിഫറെന്റ് ഉണ്ടായിരിക്കും. സോ അതിനൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഒരു മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്ത്
അതിനെ സെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ സെഷൻ കീനെയും എൻക്രിപ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യും. സെഷൻ കീനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത് റെസിപ്പിയന്റിന്റെ പബ്ലിക് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റെസിപ്പിയന്റിന് അതിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് സെഷൻ കീനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ മെസ്സേജിനെ സെഷൻ കീ യൂസ് ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. റെസിപ്പിയന്റിന്റെ പബ്ലിക് കീ എന്ന് പറയുന്നത് സെൻഡർ അറിഞ്ഞിരിക്കണം. റെസിപ്പിയന്റിന്റെ പബ്ലിക് കീ, ഏത് പബ്ലിക് കീ ആണ് റെസിപ്പിയന്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുക. ഒരുപാട് പബ്ലിക് കീസ് ഉണ്ടാവും, അതിലേതാണ് കമ്മ്യൂണിക്കേഷൻ വേണ്ടി വിത്ത് ദിസ് പാർട്ടി യൂസ് ചെയ്യുന്ന ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം അങ്ങനെ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും, ഓരോ കീകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. PGP-യിൽ വരുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പബ്ലിക് പ്രൈവറ്റ് കീ പേയേഴ്സ് ഉണ്ടായിരിക്കും ഫോർ എനി ഗിവൺ യൂസർ. സോ അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് മെസ്സേജിന്റെ ഒപ്പം തന്നെ ഏത് പബ്ലിക് കീ ആണോ യൂസ് ചെയ്തത് ആ പബ്ലിക് കീയെ കൂടി സെൻഡ് ചെയ്യാം. റിസീവറിന് സെൻഡ് ചെയ്യുക. അപ്പോൾ റിസീവറിന് ഏത് പബ്ലിക് കീ ആണെന്ന് യൂസ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നത്. ദ റെസിപ്പിയന്റ് കുഡ് ദെൻ വെരിഫൈ ദാറ്റ് ദിസ് ഇസ് ഇൻഡീഡ് വൺ ഓഫ് ഇറ്റ്സ് പബ്ലിക് കീസ്. റെസിപ്പിയന്റിന്റെ ഏത് പബ്ലിക് കീ ആണ് യൂസ് ചെയ്തതെന്ന് റെസിപ്പിയന്റിന് മനസ്സിലാവും. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് പ്രൈവറ്റ് കീ കൊണ്ട് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊരു വേസ്റ്റ് ഫുൾ ഓഫ് സ്പേസ് ആണ്. സ്പേസ് വേസ്റ്റ് ചെയ്യണം, പബ്ലിക് കീയും കൂടി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഈ അനദർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓരോ പബ്ലിക് കീക്കും ഒരു ഐഡന്റിഫയർ കൊടുക്കുക. അതായത് ഏത് യൂസറിന്റെയാണ് യൂസർ ഐ ഡി. ഐഡന്റിഫയർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് യൂസർ ഐ ഡി ആൻഡ് കീ ഐ ഡി. ഒരു നമ്പർ വെച്ച് ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ആ ഐഡന്റിഫയർ മാത്രം പാസ് ചെയ്താൽ മതിയായിരിക്കും. സോ ഇതും ഒരു മാനേജ്മെന്റ് ഓവർഹെഡ് പ്രോബ്ലം ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഓരോ റെസിപ്പിയന്റിനും ഒരു കീ ഐ ഡി വെച്ച് മാപ്പ് ചെയ്യേണ്ടി വരും. ദ സൊല്യൂഷൻ അഡോപ്റ്റഡ് ബൈ PGP അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് PGP pretty good privacy അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന സൊല്യൂഷൻ ടു അസൈൻ എ കീ ഐ ഡി ടു ഈച്ച് പബ്ലിക് കീ. ഓരോ പബ്ലിക് കീക്കും ഓരോ കീ ഐ ഡി കൊടുക്കുന്നു. എ കീ ഐ ഡി ഈസ് ഓൾസോ റിക്വയർഡ് ഫോർ ദ PGP ഡിജിറ്റൽ സിഗ്നേച്ചർ. ഡിജിറ്റൽ സിഗ്നേച്ചറിനും ഒരു കീ ഐ ഡി ആവശ്യമുണ്ട്. ബിക്കോസ് എ സെൻഡർ മേ യൂസ് വൺ ഓഫ് എ നമ്പർ ഓഫ് പ്രൈവറ്റ് കീസ് ടു എൻക്രിപ്റ്റ് ദ മെസ്സേജ് ഡൈജസ്റ്റ്. The recipient must know which public key is intended for use. ഈ 3 സൊല്യൂഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ PGP അഡോപ്റ്റ് ചെയ്ത സൊല്യൂഷൻ ലാസ്റ്റ് വൺ ആണ്, ടു അസൈൻ എ കീ ഐ ഡി ടു ഈച്ച് പബ്ലിക് കീ. ജനറൽ ഫോർമാറ്റ് ഓഫ് എ PGP മെസ്സേജ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് ഒരു മെസ്സേജിന്റെ ഫോർമാറ്റ്, PGP സെൻഡ് ചെയ്യുന്ന മെസ്സേജിന്റെ ഫോർമാറ്റ് 3 കമ്പോണൻസ് ഉണ്ടായിരിക്കും. മെസ്സേജ് കമ്പോണന്റ്, സിഗ്നേച്ചർ കമ്പോണന്റ് ആൻഡ് സെഷൻ കീ കമ്പോണന്റ്. സിഗ്നേച്ചർ കമ്പോണന്റും സെഷൻ കീ കമ്പോണന്റും ഓപ്ഷണൽ ആണ്. മെയിൻ ആയിട്ട് മെസ്സേജ് ആണ് വേണ്ടത്. സോ ഓക്കെ, മെസ്സേജ് കമ്പോണന്റ് ഇവിടം തുടങ്ങി ഇവിടം വരെ മെസ്സേജ് കമ്പോണന്റ് ആണ്. മെസ്സേജ് കമ്പോണന്റിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഫയൽ നെയിം, ടൈം സ്റ്റാമ്പ് ആൻഡ് ദ ഡാറ്റ. ദെൻ സിഗ്നേച്ചർ കമ്പോണന്റിൽ വരുന്നത്, സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ സെൻഡർ ആണ് സെൻഡ് ചെയ്തെന്ന് ഒരു ഓതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതിൽ വരുന്നത് മെസ്സേജ് ഡൈജസ്റ്റ്, ദെൻ ലീഡിംഗ് 2 ഒക്ടറ്റ്സ് ഓഫ് ദ മെസ്സേജ് ഡൈജസ്റ്റ്. മെസ്സേജ് ഡൈജസ്റ്റിന്റെ ലീഡിംഗ് 2 ഒക്ടറ്റ്സ് മീൻസ് ആദ്യത്തെ 2 ഒക്ടറ്റ്. ഒക്ടറ്റ് എന്ന് പറയുമ്പോൾ 8 + 8 16 ബിറ്റ്സ് വരും. ദെൻ കീ ഐ ഡി ഓഫ് സെൻഡേഴ്സ് പബ്ലിക് കീ, ദെൻ ടൈം സ്റ്റാമ്പ്. ഇത്രയും കാര്യങ്ങൾ ടൈം സ്റ്റാമ്പ് കൂടി സിഗ്നേച്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ സെഷൻ കീ കമ്പോണന്റ് എന്ന് പറയുന്നത് സെഷൻ കീ ഉണ്ടായിരിക്കും. ദെൻ കീ ഐ ഡി ഓഫ് റെസിപ്പിയൻസ് പബ്ലിക് കീ. റെസിപ്പിയന്റിന്റെ ഏത് പബ്ലിക് കീ ആണ് യൂസ് ചെയ്തത് ആ കീ ഐ ഡി ഉണ്ടായിരിക്കും. ഡിഫറെന്റ് പബ്ലിക് കീസ് റെസിപ്പിയൻസിന് ഉണ്ടായിരിക്കും. അതിൽ ഈ മെസ്സേജിന് വേണ്ടി ഏത് പബ്ലിക് കീ ആണോ യൂസ് ചെയ്തത് ആ പബ്ലിക് കീ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെ 3 കമ്പോണൻസ് ആണുള്ളത്. ദെൻ ഈ മെസ്സേജിനെ, ഈ ഇത്രയും കമ്പോണന്റിനെ സിഗ്നേച്ചർ കമ്പോണന്റിനെ അതുപോലെ മെസ്സേജ് കമ്പോണന്റിനെയും സിപ്പ് ചെയ്യാം, കംപ്രസ് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞ് ഇതിനെ എൻക്രിപ്റ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് റാഡിക്സ് 64 ഫോർ ഇമെയിൽ കമ്പാറ്റബിലിറ്റി റാഡിക്സ് 64ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്യും. ഇതാണ് മെസ്സേജിന്റെ ഫോർമാറ്റ്. 3 കമ്പോണൻസ് ആണ് ഇതിൽ വരുന്നത്. മെസ്സേജ് കമ്പോണന്റിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ആക്ച്വൽ ഡാറ്റ, മെയിൻ ആയിട്ട് ഒരു മെസ്സേജ് ആണ് വേണ്ട, ഡാറ്റ വേണം. ദെൻ അതിന്റെ ഒപ്പം ഒരു ഫയൽ നെയിം ഉണ്ടായിരിക്കും, ടൈം സ്റ്റാമ്പ് ഉണ്ടായിരിക്കും. ദെൻ സിഗ്നേച്ചർ കമ്പോണന്റിനകത്ത് വേണ്ട മെയിൻലി മെസ്സേജ് ഡൈജസ്റ്റ്. ദെൻ വിത്ത് ദാറ്റ് ടൈം സ്റ്റാമ്പ്. മെസ്സേജ് ഡൈജസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന SHA-1 യൂസ് ചെയ്തിട്ടാണ്, സെക്യൂർ ഹാഷ് അൽഗോരിതം 1 യൂസ് ചെയ്തിട്ടാണ് ഡൈജസ്റ്റ് എൻക്രിപ്റ്റഡ് വിത്ത് സെൻഡേഴ്സ്. സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ it should be encrypted with the sender's private key. The digest is calculated over the signature's timestamp concatenated with the data portion of the message component. അങ്ങനെയാണ് മെസ്സേജ് ഡൈജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The inclusion of the signature timestamp in this digest. Timestamp ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തിനാണ്? റീപ്ലേ അറ്റാക്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഗൈൻ സിഗ്നേച്ചർ കമ്പോണന്റിലെ അടുത്ത ഫീൽഡുകളാണ് ലീഡിംഗ് 2 ഒക്ടറ്റ്സ് ഓഫ് ദ മെസ്സേജ് ഡൈജസ്റ്റ്. നമ്മൾ ആ ഫിഗറിൽ കണ്ടു, ലീഡിംഗ് 2 ഒക്ടറ്റ്സ് ഓഫ് ദ മെസ്സേജ് ഡൈജസ്റ്റ്. ഓതന്റിക്കേഷന് വേണ്ടിയിട്ടാണ് മെസ്സേജ് ഡൈജസ്റ്റ് യൂസ് ചെയ്യുന്നത്. ടു എനേബിൾ ദ റെസിപ്പിയൻസ് ടു ഡിറ്റർമൈൻ ഇഫ് ദ കറക്റ്റ് പബ്ലിക് കീ വാസ് യൂസ് ടു ഡീക്രിപ്റ്റ് ദ മെസ്സേജ് ഡൈജസ്റ്റ് ഫോർ ഒതന്റിക്കേഷൻ. സോ അതിനുവേണ്ടി പ്ലെയിൻ ടെക്സ്റ്റ് കോപ്പിനെയും മെസ്സേജ് ഓഫ് ദ ഫസ്റ്റ് 2 ഒക്ടറ്റ്സ് വിത്ത് ദ ഫസ്റ്റ് 2 ഒക്ടറ്റ്സ് ഓഫ് ദ ഡീക്രിപ്റ്റഡ് ഡൈജസ്റ്റ്, ഇത് രണ്ടും കമ്പയർ ചെയ്യും. ദീസ് ഒക്ടറ്റ്സ് ഓൾസോ സെർവ് ആസ്
ചെക്ക് സീക്വൻസ് ആയിട്ട് ഇത് സെർവ് ചെയ്യും. Then key ID of sender is public key. Identifies the public key that should be used to decrypt the message digest. മെസ്സേജ് ഡൈജസ്റ്റ് സെൻഡറിന്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് പബ്ലിക് കീ യൂസ് ചെയ്തിട്ടാണ് ഡീക്രിപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ആ കീ ഐ ഡി ആണ് സെൻഡർ ഇതിന്റെ ഒപ്പം സെൻഡ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ സെൻഡറിനാണെങ്കിലും ഡിഫറെന്റ് പബ്ലിക് കീസ് ഉണ്ടായിരിക്കും, നോട്ട് എ സിംഗിൾ പബ്ലിക് കീ ഓർ സിംഗിൾ പ്രൈവറ്റ് കീ. ദ മെസ്സേജ് കമ്പോണന്റ് ആൻഡ് ഓപ്ഷണൽ സിഗ്നേച്ചർ കമ്പോണന്റ്, മെസ്സേജ് കമ്പോണന്റിനെയും സിഗ്നേച്ചർ കമ്പോണന്റിനെയും കംപ്രസ് ചെയ്യാൻ പറ്റും. ദെൻ ഇറ്റ് ക്യാൻ ബി എൻക്രിപ്റ്റഡ് യൂസിങ് ദ സെഷൻ കീ. നെക്സ്റ്റ് സെഷൻ കീ കമ്പോണന്റ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? Includes the session key and the identifier of the recipient's public key that was used by the sender to encrypt the session key. Then the entire message block is usually encoded with Radix 64 encoding. Key rings. PGP, ഇപ്പോൾ PGP യിൽ പറയുമ്പോൾ ഓരോരുത്തർക്കും ഒരു പെയർ പ്രൈവറ്റ് കീ പബ്ലിക് കീ പെയർ ആയിരിക്കില്ല. ഓരോ ഇൻവോൾവ് ആയിട്ടുള്ള നോഡുകൾക്കും അല്ലെങ്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർക്കും മോർ ദാൻ വൺ പെയർ ഓഫ് പബ്ലിക് പ്രൈവറ്റ് കീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യും. അതിനെയാണ് കീ റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് അയാളുടെ പ്രൈവറ്റ് കീയും അയാളുടെ സ്വന്തം പ്രൈവറ്റ് കീയും അയാളുടെ സ്വന്തമായിട്ടുള്ള പബ്ലിക് കീസും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രൈവറ്റ് കീ റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ദിസ് ഇസ് ദ പ്രൈവറ്റ് കീ റിംഗ്. ദെൻ ഇയാൾക്ക് ബാക്കിയുള്ള എല്ലാവരുടെയും പബ്ലിക് കീയും അവൈലബിൾ ആയിരിക്കണം. ഓരോ അതർ യൂസേഴ്സിന്റെ പബ്ലിക് കീ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ടേബിൾ യൂസ് ചെയ്യുന്നു. അതിനെയാണ് പബ്ലിക് കീ റിംഗ് എന്ന് പറയുന്നത്. The scheme used in PGP is to provide a pair of data structures at each node, one to store the public private key pairs owned by that node and one to store the public keys of other users known at this node. So other usersന്റെയാണ് പബ്ലിക് കീ റിംഗ് എന്ന് പറയുന്നത്. സ്വന്തമായിട്ടുള്ള പബ്ലിക് പ്രൈവറ്റ് കീ പെയേഴ്സിനെയാണ് പ്രൈവറ്റ് കീ റിംഗ് എന്ന് പറയുന്നത്. സോ പ്രൈവറ്റ് കീ റിംഗിന്റെ ഫിഗർ നോക്കണമെങ്കിൽ അതിലെ ഫീൽഡ്സ് എന്തൊക്കെയാണ്? ടൈം സ്റ്റാമ്പ്, ഏത് ടൈമിലാണ് പബ്ലിക് കീ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ പബ്ലിക് പ്രൈവറ്റ് കീ യൂസ് ചെയ്യുന്ന അത്. ദെൻ നെക്സ്റ്റ് കീ ഐ ഡി, ദെൻ പബ്ലിക് കീ, ദെൻ പ്രൈവറ്റ് കീ. പ്രൈവറ്റ് കീ എൻക്രിപ്റ്റഡ് ആയിട്ട് വെക്കുന്നുണ്ട്. സ്വന്തം പ്രൈവറ്റ് കീ ആണെങ്കിൽ അത് നോഡി സെക്യൂരിറ്റിക്ക് വേണ്ടി അതിനെ എൻക്രിപ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ദെൻ യൂസറിന്റെ ഐ ഡി, യൂസർ ഐ ഡി. ദെൻ നെക്സ്റ്റ് പബ്ലിക് കീ റിംഗ് എന്ന് പറയുന്ന ടേബിളിനകത്ത് വരുന്ന ഫീൽഡ്സ് ആണ് ടൈം സ്റ്റാമ്പ്. ഇതിൽ അതർ യൂസേഴ്സിന്റെ ഒക്കെ പബ്ലിക് കീകളായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ കീ ഐ ഡി ഉണ്ടായിരിക്കും, പബ്ലിക് കീ ഉണ്ടായിരിക്കും, ഓണർ ട്രസ്റ്റ്. അതർ യൂസറിനെ ഈ യൂസർ എത്രമാത്രം ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അതിന്റെ ഒരു ഫീൽഡ് ഉണ്ടായിരിക്കും, ഓണർ ട്രസ്റ്റ്. ദെൻ യൂസർ ഐ ഡി, ദെൻ കീ ലെജിറ്റിമസി, അതും ഒരു ട്രസ്റ്റിന്റെ ഒരു ഫീൽഡ് തന്നെയാണ്. ദെൻ സിഗ്നേച്ചർ ട്രസ്റ്റ്. പ്രൈവറ്റ് കീ റിംഗ്. പ്രൈവറ്റ് കീ റിംഗ് ഇസ് എ ടേബിൾ represented as a table. നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടതാണ് ടേബിൾ. Each row represents one of the public or private key pairs owned by this user. ഒരു റോയിൽ ഒരു പെയർ ഓഫ് കീസ് ആണ് ഉണ്ടായിരിക്കുക, ഒരു പബ്ലിക് കീ പ്രൈവറ്റ് കീ പെയർ. ദെൻ അനദർ ഫീൽഡ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? Each row contains the following fields: time stamp, the date or time when this key pair was generated. Then key ID, the least significant 64 bits of the public key for this entry. പബ്ലിക് കീയുടെ ലീസ്റ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് 64 bits. Then public key, then private key. Private key portion of the pair, this field is encrypted. Private key encrypted ആയിരിക്കും. Then user ID. This is the user's email address. PGP ആയതുകൊണ്ട് the email address ആയിരിക്കും user ID ആയിട്ട് യൂസ് ചെയ്യുന്നത്. However, the user may choose to associate a different name with each pair or to reuse the same user ID more than once. Again, the private key ring can be indexed by user ID or keyword. ഒരു private key ring എന്ന് പറയുന്നത് ഒരു ടേബിൾ ആണ്. അപ്പോൾ അതിന് പ്രൈവറ്റ് കീനെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഓർ പബ്ലിക് കീ പെയറിനെ റിട്രീവ് ചെയ്യുന്ന സമയത്ത് ഇൻഡെക്സ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ടേബിളിന് നമ്മൾ ഒരു യൂണിക് വാല്യൂ വെച്ചാണ് ഇൻഡെക്സ് ചെയ്യുന്നത്. ആ ഇൻഡെക്സ് ചെയ്യാനായിട്ട് നമുക്ക് either യൂസർ ഐ ഡി യൂസ് ചെയ്യാം അല്ലെങ്കിൽ കീ ഐ ഡി യൂസ് ചെയ്യാം. പ്രൈവറ്റ് കീനെ എൻക്രിപ്റ്റഡ് ആയിട്ടാണ് ഈ ടേബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ എൻക്രിപ്ഷന് യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് കാസ്റ്റ് 128 അൽഗോരിതം. ദെൻ ടു മേക്ക് ദ പ്രൈവറ്റ് കീ ആസ് സെക്യൂർ ആസ് പോസിബിൾ, പ്രൈവറ്റ് കീനെ മാക്സിമം സെക്യൂർ ആക്കി വെക്കാം. നമ്മുടെ ഓണറിൻ്റെയിലാണ് വെക്കുന്നതെങ്കിൽ അത് സെക്യൂർ ആയിട്ട് ആ ടേബിളിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി കുറച്ച് പ്രൊസീജിയേഴ്സ് കൂടെ പറയുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂസർ സെലക്ട് എ പാസ് ഫ്രേസ്. പാസ് ഫ്രേസ് മീൻസ് ഒരു പാസ്വേഡ്. യൂസർ പാസ്വേഡ് സെലക്ട് ചെയ്യുന്നു ടു ബി യൂസ്ഡ് ഫോർ എൻക്രിപ്റ്റിംഗ് പ്രൈവറ്റ് കീസ്. ആ പാസ്വേഡ് യൂസ് ചെയ്തിട്ടാണ് പ്രൈവറ്റ് കീനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്? വെൻ ദ സിസ്റ്റം ജനറേറ്റ്സ് എ ന്യൂ പബ്ലിക് പ്രൈവറ്റ് കീ പെയർ യൂസിങ് RSA. പബ്ലിക് പ്രൈവറ്റ് കീ പെയർ ജനറേറ്റ് ചെയ്യുമ്പോൾ
ഇറ്റ് ആസ്ക് ദ സിസ്റ്റം യൂസറിനോട് ഒരു പാസ് ഫ്രേസ് ചോദിക്കുന്നു. ഈ പാസ് ഫ്രേസ് ഇപ്പോൾ യൂസർ കൊടുക്കുന്ന ആ പാസ്വേഡിനെ SHA-1 സെക്യൂർ ഹാഷ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഒരു ഹാഷ് കോഡ് അതിന്റെ ക്രിയേറ്റ് ചെയ്യുന്നു. SHA-1 എന്ന് പറയുമ്പോൾ അതിന്റെ ഹാഷ് കോഡ് എന്ന് പറയുന്നത് 160 ബിറ്റ് ആയിരിക്കും. 160 ബിറ്റുള്ള ഒരു ഹാഷ് കോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഹാഷ് കോഡിന്റെ 160 ബിറ്റ് ഉണ്ട്, അതിൽ 128 ബിറ്റ്സ് ഓഫ് ദ ഹാഷ് കോഡിനെ കീ ആയിട്ട് എടുക്കുന്നു, കീ ആയിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്ന അൽഗോരിതം കാസ്റ്റ് 128 അൽഗോരിതം ആണ്. ഇത് യൂസ് ചെയ്ത് കാസ്റ്റ് 128 അൽഗോരിതവും ഈ കീയും യൂസ് ചെയ്ത് പ്രൈവറ്റ് കീനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു. The hash code is then discarded and the encrypted private key is stored in the private key ring. Private key ring ഇത് സ്റ്റോർ ചെയ്യുന്നു. ഈ റിസീവർ എന്ത് ചെയ്യണം? റിസീവർ അതിനെ ഡീക്രിപ്റ്റ് ചെയ്യണം. So subsequently when a user accesses the private key ring to retrieve a not receiver, സെയിം ആൾ തന്നെ ഈ പ്രൈവറ്റ് കീനെ സ്റ്റോർ ചെയ്യാനുള്ള പ്രൊസീജിയർ ആണ് പറഞ്ഞത്. ഇനി റിട്രീവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? റിട്രീവ് ചെയ്യാനായിട്ട് യൂസർ ആക്സസസ് ദ പ്രൈവറ്റ് കീ റിംഗ് ടു റിട്രീവ് എ പ്രൈവറ്റ് കീ. ഹി ഓർ ഷീ മസ്റ്റ് സപ്ലൈ ദ പാസ് ഫ്രേസ്. സെയിം പാസ് ഫ്രേസ് തന്നെ സപ്ലൈ ചെയ്യണം. PGP will retrieve the encrypted private key, generated the hash code of the passphrase and decrypt the encrypted private key using cast 128 with the hash code. അപ്പോൾ ഈ എൻക്രിപ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്തതിന്റെ ഇത് റിട്രീവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റിവേഴ്സ് പ്രോസസ്സ് ചെയ്യുന്നു. സോ നെക്സ്റ്റ് പബ്ലിക് കീ റിംഗിൽ വരുന്ന ഫീൽഡ്സ് ആണ്. പബ്ലിക് കീ റിംഗ് എന്ന് പറയുന്ന ടേബിൾ, അതിൽ അതർ യൂസേഴ്സിന്റെ പബ്ലിക് കീ ആയിരിക്കും അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതിൽ വരുന്ന അതർ ഫീൽഡ്സ് എന്ന് പറയുന്നത് ടൈം സ്റ്റാമ്പ്, the date or time when this entry was generated. Then key ID, ഓരോ കീക്ക് ഒരു ID ഉണ്ടായിരിക്കും. The least significant 64 bits of the public key for this entry. Then public key, മെയിൻ ആയിട്ട് public key ആണ് ഇതിൽ വേണ്ടത്. The public key for this entry. Then user ID identifies the owner of this key. Then multiple user IDs may be associated with a single public key. കീ റിംഗ്സ് എങ്ങനെയാണ് PGP യൂസ് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. The public key ring can be indexed by public key ring നെ ഇൻഡെക്സ് ചെയ്യാൻ, ആ ടേബിളിനെ ഇൻഡെക്സ് ചെയ്യാൻ either user ID ഉപയോഗിക്കുക അല്ലെങ്കിൽ key ID യൂസ് ചെയ്യാം. We can see how these key rings are used in message transmission and reception. ഇപ്പോൾ ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ റിസീവർ എൻഡിലും എങ്ങനെയാണ് ഈ കീ റിംഗ്സിന്റെ യൂസേജ് വരുന്നത്, അതായത് പബ്ലിക് കീ റിംഗും പ്രൈവറ്റ് കീ റിംഗും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് കൺസിഡർ മെസ്സേജ് ട്രാൻസ്മിഷൻ and assume that the message is to be both signed and encrypted. PGP സെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ മെസ്സേജിനെ സൈൻ ചെയ്ത് ദെൻ അത് കഴിഞ്ഞിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് കീ റിംഗ്സ് യൂസ് ചെയ്യുന്നത് നോക്കാം. സോ ഫസ്റ്റ് വൺ, സൈനിങ് ദ മെസ്സേജ്. സെൻഡർ സൈഡിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് സൈനിങ് ദ മെസ്സേജ്. PGP റിട്രീവ്സ് ദ സെൻഡേഴ്സ് പ്രൈവറ്റ് കീ. ആദ്യം സൈൻ ചെയ്യാൻ എപ്പോഴും സെൻഡർ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ടാണ് എപ്പോഴും നമ്മൾ സൈൻ ചെയ്യുന്നത്. ദെൻ സെൻഡറിന്റെ പ്രൈവറ്റ് കീ എവിടെ നിന്നാണ് കിട്ടുക? പ്രൈവറ്റ് കീ റിംഗിൽ നിന്ന് എടുക്കുന്നു. യൂസർ ID വെച്ച് ആ ടേബിളിനെ ഇൻഡെക്സ് ചെയ്ത് പ്രൈവറ്റ് കീ എടുക്കുന്നു. യൂസർ ID പ്രൊവൈഡഡ് അല്ലെങ്കിൽ ഫസ്റ്റ് കാണുന്ന പ്രൈവറ്റ് കീനെ എടുക്കുന്നു. Then PGP prompts the user for passphrase to recover. അതിന് passphrase വെച്ചിട്ടാണ് ഇതിനെ എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് passphrase യൂസറിനോട് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഈ പ്രൈവറ്റ് കീനെ അൺഎൻക്രിപ്റ്റഡ് ആയിട്ടുള്ള പ്രൈവറ്റ് കീ എൻക്രിപ്റ്റഡ് ഫോമിലാണ് അതിനെ ഡീക്രിപ്റ്റ് ചെയ്ത് എടുക്കുന്നത്. ദെൻ പ്രൈവറ്റ് കീ വെച്ച് സിഗ്നേച്ചർ കമ്പോണന്റിനെ കൺസ്ട്രക്ട് ചെയ്യും. The signature component of the message is constructed. So ഇത്രയൊക്കെയാണ് സൈനിങ്ങിൽ ചെയ്യേണ്ടത്, സിഗ്നേച്ചർ കമ്പോണന്റ് ഉണ്ടാക്കാൻ. Then encrypting the message. മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? PGP generates a session key വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത് and encrypt the message. Then സെഷൻ കീനെയും അതുപോലെ എൻക്രിപ്റ്റ് ചെയ്യണം. PGP retrieves the recipient's public key from the public key ring using her user ID as an index. Then public key ringയിൽ നിന്ന് റിസീവറിന്റെ പബ്ലിക് കീനെ സെലക്ട് ചെയ്തെടുക്കുന്നു, യൂസർ ID വെച്ച് എടുക്കുന്നു. എന്നിട്ട് അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സെഷൻ കീനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ റിസീവറിന് മാത്രമാണ് അതിനെ ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് സെഷൻ കീനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. The session key component of the message is constructed. സെൻഡർ സൈഡിൽ ചെയ്യുന്ന PGP മെസ്സേജ് ജനറേഷനെ ഒരു പിക്ചർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. സെൻഡർ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സൈനിങ്ങും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൻക്രിപ്ഷനും ചെയ്യുന്നുണ്ട്. സൈനിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രൈവറ്റ് കീ റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രൈവറ്റ് കീ റിംഗ് എന്ന് പറയുന്ന ടേബിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഡാറ്റ സ്ട്രക്ചർ. ദെൻ പബ്ലിക് കീ റിംഗ് എന്ന് പറയുന്ന ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രൈവറ്റ് കീ ഇതാണ് മെസ്സേജിന്റെ ആദ്യം സൈനിങ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഹാഷ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു, മെസ്സേജ് ഡൈജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. സൈൻ ചെയ്യാനായിട്ട് വേണ്ടത് എന്താണ്? പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് സൈൻ ചെയ്യേണ്ടത്. പ്രൈവറ്റ് കീ റിംഗിൽ നിന്ന് കീ ID വെച്ചിട്ട് പ്രൈവറ്റ് കീ റിംഗിൽ നിന്ന് പ്രൈവറ്റ് കീനെ എടുക്കുന്നു. പ്രൈവറ്റ് കീ എൻക്രിപ്റ്റഡ് ഫോമിലാണ്, അപ്പോൾ അതിനെ ഡീക്രിപ്റ്റ് ചെയ്യേണ്ടി വരും. പാസ്ഫ്രേസിന്റെ ഹാഷ് കോഡ് വെച്ചിട്ട് ഡീക്രിപ്റ്റ് ചെയ്യുന്നു. ഡീക്രിപ്റ്റ് ചെയ്ത് ഈ പ്രൈവറ്റ് കീനെ മെസ്സേജ് ഡൈജസ്റ്റിനെ സൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്തു, സൈനിങ് ചെയ്തു. സൈൻഡ് മെസ്സേജ് ഡൈജസ്റ്റ് അതുപോലെ മെസ്സേജും സിഗ്നേച്ചറും മെസ്സേജും അറ്റാച്ച് ചെയ്തിട്ട് ഇനി അതിനെ എൻക്രിപ്റ്റ് ചെയ്യണം. എൻക്രിപ്റ്റ് ചെയ്തിട്ട് എൻക്രിപ്റ്റഡ് സിഗ്നേച്ചറും മെസ്സേജും ആണ് റിസീവറിലേക്ക് പോകുന്നത്.
ദെൻ സെഷൻ കീ വെച്ചിട്ടാണ് ഇതിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. മെസ്സേജിനെ സിഗ്നേച്ചറിനെയും ഒരുമിച്ച് എൻക്രിപ്റ്റ് ചെയ്യുന്നത് സെഷൻ കീ യൂസ് ചെയ്തിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ദെൻ സെഷൻ കീനെ അതുപോലെ എൻക്രിപ്റ്റ് ചെയ്യണം. പബ്ലിക് കീ ഓഫ് ദ റിസീവർ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്യണം. അപ്പോൾ പബ്ലിക് കീ കിട്ടുന്നത് എവിടെ നിന്നാണ്? പബ്ലിക് കീ റിംഗിൽ നിന്നാണ് പബ്ലിക് കീനെ എടുക്കുന്നത്. പബ്ലിക് കീ റിംഗിൽ നിന്ന് ഐ ഡി വെച്ച് പബ്ലിക് കീ പർട്ടിക്കുലർ റിസീവറിന്റെ പബ്ലിക് കീ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ പബ്ലിക് കീ വെച്ച് ഇപ്പോൾ ബി ആണ് റിസീവർ എന്നുണ്ടെങ്കിൽ ബിയുടെ പബ്ലിക് കീ വെച്ച് സെലക്ട് ചെയ്ത് ടേബിളിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കുന്നു. അത് വെച്ച് സെഷൻ കീനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു. ദെൻ സെൻഡിങ് ടു ദ റിസീവർ. റിസീവർ എൻഡിൽ റിസീവർ PGP എൻറ്റിറ്റി എന്തൊക്കെയാണ് ചെയ്യുന്നത്? റിസീവർ എൻഡിൽ ഇതിന് നേരത്തെ എൻക്രിപ്റ്റും ചെയ്തു, അതുപോലെ സിഗ്നേച്ചറും ചെയ്തു. അപ്പോൾ അതിന്റെ റിവേഴ്സ് പ്രോസസ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഡീക്രിപ്റ്റ് ചെയ്യണം. ഡീക്രിപ്റ്റ് ചെയ്യേണ്ടത് ആരെയാണ്? ഫസ്റ്റ് സെഷൻ കീനെ ഡീക്രിപ്റ്റ് ചെയ്യണം. ദെൻ സെഷൻ കീ വെച്ചിട്ടാണ് മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെഷൻ കീനെ ഡീക്രിപ്റ്റ് ചെയ്തതിന് ശേഷം മെസ്സേജിനെ ഡീക്രിപ്റ്റ് ചെയ്യണം. മെസ്സേജിനെ ഡീക്രിപ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഓതന്റിക്കേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഡീക്രിപ്റ്റിംഗ് ദ മെസ്സേജ് PGP റിട്രീവ്സ് ദ റിസീവേഴ്സ് പ്രൈവറ്റ് കീ. അപ്പോൾ ഡീക്രിപ്റ്റ് സെഷൻ കീനെ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? സെൻഡർ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് റിസീവറിന്റെ പബ്ലിക് കീ വെച്ചിട്ടാണ്. അപ്പോൾ റിസീവറിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പ്രൈവറ്റ് കീ റിസീവറിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അഗൈൻ പ്രൈവറ്റ് കീ റിംഗിൽ നിന്ന് പോയി എടുക്കണം. യൂസർ ID വെച്ച് എടുക്കണം. ദെൻ PGP പാസ് ഫ്രേസ് വെച്ച് അതിനെ ഡീക്രിപ്റ്റ് ചെയ്ത് അത് പ്രൈവറ്റ് കീനെ എടുക്കും. പ്രൈവറ്റ് കീ വെച്ച് ഡീക്രിപ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ സെഷൻ കീനെ സെഷൻ കീ PGP then recovers the session key. സെഷൻ കീനെ പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് റിസീവറിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് പ്രൈവറ്റ് കീ എടുത്തത് പ്രൈവറ്റ് കീ റിംഗിൽ നിന്നാണ്. അത് ആ പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്തു. ഡീക്രിപ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ സെഷൻ കീ കിട്ടി. ഇനി സെഷൻ കീ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? PGP then recovers the session key and decrypts the message. മെസ്സേജിനെ സെഷൻ കീ വെച്ചിട്ടാണ് മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെസ്സേജിനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കും. ദെൻ ഓതന്റിക്കേഷൻ. ഓതന്റിക്കേഷൻ എന്ന് പറയുമ്പോൾ സെൻഡർ ആണ് സെൻഡ് ചെയ്തതെന്ന് വെരിഫൈ ചെയ്യുന്നതിനാണ്. അപ്പോൾ ഓതന്റിക്കേഷന് വേണ്ടി എന്താ ചെയ്യുന്നത് നോക്കാം. PGP retrieves the sender's public key from the public key ring using സെൻഡർ ഓതന്റിക്കേഷന് വേണ്ടി ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്യലാണ്. അപ്പോൾ സെൻഡറിന്റെ പബ്ലിക് കീ വെച്ചിട്ട് ഡീക്രിപ്റ്റ് ചെയ്യണം. പബ്ലിക് കീ കിട്ടുന്നത് പബ്ലിക് കീ റിംഗിൽ നിന്ന് എടുക്കേണ്ടി വരും. റിസീവറിന്റെ പബ്ലിക് കീ റിംഗിൽ എല്ലാവരുടെയും പബ്ലിക് കീസ് ഉണ്ട്. ഈ പെർട്ടിക്കുലർ സെൻഡറിന്റെ പബ്ലിക് കീ അതിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കുന്നു യൂസിങ് ദ കീ ID ഫീൽഡ്. Then PGP recovers the transmitted message digest. Transmitted message digestനെയും then PGP message digest കമ്പ്യൂട്ട് ചെയ്യുന്നു. ഇത് രണ്ടും ഈക്വൽ ആണോ നോക്കും. സെയിം ആണെങ്കിൽ അങ്ങനെ ഓതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. റിസീവർ സൈഡിൽ റിസീവർ ചെയ്യുന്ന കാര്യങ്ങളുടെ മുമ്പ് പറഞ്ഞ ആ സ്റ്റെപ്സിന്റെ പിക്ചർ വെച്ചുള്ള റെപ്രസെന്റേഷൻ ആണ് ഇവിടെ പറയുന്നത്. റിസീവർ ചെയ്യുന്നത് എന്താണ്? ഡീക്രിപ്ഷൻ ചെയ്യണം, അതുപോലെ ഓതന്റിക്കേഷൻ ചെയ്യണം. അപ്പോൾ ഡീക്രിപ്ഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ആദ്യം സെഷൻ കീനെ ഡീക്രിപ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ വരുന്നത് റിസീവറിന് കിട്ടുന്നത് എന്തൊക്കെയാണ്? റിസീവേഴ്സ് കീ ID, then encrypted session key, encrypted message plus signature. So encrypted ഈ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? സെഷൻ കീ വെച്ചിട്ടാണ്. അപ്പോൾ സെഷൻ കീയും എൻക്രിപ്റ്റഡ് ഫോമിലാണ്. അപ്പോൾ സെഷൻ കീനെ എന്ത് ചെയ്യണം? ഡീക്രിപ്റ്റ് ചെയ്യണം. സെഷൻ കീനെ സെൻഡർ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് റിസീവറിന്റെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ റിസീവറിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്താൽ മാത്രമാണ് ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. റിസീവറിന്റെ പ്രൈവറ്റ് കീനെ ഈ ഡാറ്റ സ്ട്രക്ചർ പ്രൈവറ്റ് കീ റിംഗിൽ നിന്ന് പോയി എടുക്കണം. റിസീവറിന്റെ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് എൻക്രിപ്റ്റഡ് ആയിരിക്കും. അപ്പോൾ പാസ് ഫ്രേസും വെച്ച് അതിനെ ഡീക്രിപ്റ്റ് ചെയ്ത് പ്രൈവറ്റ് കീനെ എടുക്കുന്നു. ഈ പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് സെഷൻ കീനെ ഡീക്രിപ്റ്റ് ചെയ്തു. സെഷൻ കീ കിട്ടി. ഫോർ എക്സാമ്പിൾ KS എന്ന് പറയുന്ന സെഷൻ കീ ആണ്. സെഷൻ കീ കിട്ടി. സെഷൻ കീ യൂസ് ചെയ്തിട്ടാണ് സെൻഡർ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെസ്സേജിനെ ഈ സെഷൻ കീ വെച്ച് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ മെസ്സേജ് കിട്ടി. അപ്പോൾ മെസ്സേജ് കിട്ടി, സെഷൻ കീ കിട്ടി, ദെൻ എൻക്രിപ്റ്റഡ് മെസ്സേജ് ഡൈജസ്റ്റ് എൻക്രിപ്റ്റഡ് ആണ്. ദെൻ സെൻഡേഴ്സ് കീ ID. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇതിന്റെ ഇതായിട്ട് വരുന്നത്. ദെൻ ഇനി ഓതന്റിക്കേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഓതന്റിക്കേഷൻ ചെയ്യുമ്പോൾ ഓതന്റിക്കേഷൻ എന്ന് പറയുമ്പോൾ സെൻഡർ മെസ്സേജ് ഡൈജസ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് സെൻഡറിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ സെൻഡറിന്റെ പബ്ലിക് കീ തന്നെ യൂസ് ചെയ്താലാണ് അതിനെ ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ സെൻഡറിന്റെ പബ്ലിക് കീ എന്ന് പറയുന്നത് അഗൈൻ പബ്ലിക് കീ റിംഗിൽ നിന്ന് പോയിട്ട് പബ്ലിക് കീ എടുക്കണം. പബ്ലിക് കീ റിംഗിൽ നിന്ന് പബ്ലിക് കീ സെലക്ട് ചെയ്തെടുത്തു. സെൻഡറിന്റെ കീ ID വെച്ച് റിട്രീവ് ചെയ്തെടുത്തു. ഇപ്പോൾ പബ്ലിക് കീ വെച്ച് ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഡീക്രിപ്റ്റഡ് മെസ്സേജ് ഡൈജസ്റ്റ് കിട്ടും. അതിനെ കാൽക്കുലേറ്റഡ് മെസ്സേജ് ഡൈജസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. ഈക്വൽ ആണെങ്കിൽ മെസ്സേജ് ഇസ് നോട്ട് ഓൾട്ടർഡ് ആൻഡ് ഫ്രം ദ ഇന്റൻഡഡ് സെൻഡർ. അങ്ങനെ ഒതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ഇസ് പബ്ലിക് കീ മാനേജ്മെന്റ്. ഇപ്പോൾ പബ്ലിക് കീ എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു 10 പാർട്ടീസ് ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ പബ്ലിക് കീ കുറേ പബ്ലിക് കീകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്രൈവറ്റ് കീസ് ഉണ്ടായിരിക്കും. ഇതിനെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് തന്നെ ഒരു പെയർ അല്ല ഉണ്ടായിരിക്കുന്നത്, ഒരുപാട് പബ്ലിക് കീ പ്രൈവറ്റ് കീ പെയർസ് ഉണ്ടായിരിക്കും ഒരാൾക്ക്. ഓരോരുത്തരായിട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ എന്ന് പറഞ്ഞ യൂസറിനോട് ഒരു സെറ്റ് ഓഫ് കീസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ
കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതർ യൂസറിനോട് യൂസ് ചെയ്യുന്ന വേറെ സെറ്റ് ഓഫ് കീസ് ആയിരിക്കും. ഓക്കെ, സോ ഇതിന് വേണ്ട അപ്രോച്ചസ് എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യാന്ന് ഒരുപാട് ഉണ്ടാവുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോബ്ലം വരുന്നത്. അപ്പോൾ അതിന്റെ മാനേജ് ചെയ്യാനുള്ള 4 ഓപ്ഷൻസ് അപ്രോച്ചസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് അപ്രോച്ച് ഇപ്പൊ എയും ബിയും ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിസിക്കലി എ ഇസ് എ സെൻഡർ ആൻഡ് ബി ഇസ് എ റിസീവർ. സോ ഫിസിക്കലി ഗെറ്റ് ദ കീ ഫ്രം ബി കുഡ് സ്റ്റോർ ഫിസിക്കലി ഈ കീനെ പബ്ലിക് കീനെ ട്രാൻസ്ഫർ ചെയ്യാം. പബ്ലിക് കീ എന്ന് പറയുമ്പോൾ അതിനെ എൻക്രിപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതിന് പബ്ലിക് ആണത്, എല്ലാവർക്കും അതിന്റെ വാല്യൂ അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് അത് ബിയുടെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം. അതാണ് അതിൽ ഇന്റന്റഡ് ആളുടെയാണെന്ന് മനസ്സിലാക്കണം. അതാണ് അതിൽ ഇമ്പോർട്ടൻസ് വരുന്നത്. പബ്ലിക് കീയുടെ കേസിൽ പ്രൈവറ്റ് കീ ആണ് സീക്രസി വേണ്ടത്. ഒരാളുടെ പ്രൈവറ്റ് കീ വേറെ ആർക്കും അറിയില്ല. പബ്ലിക് കീ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പബ്ലിക്, നോൺ ടു എവരി വൺ. സോ ബിയുടെ കീ എന്ന് പറയുന്നത് പബ്ലിക് കീ എക്ക് എങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും? എക്ക് അത് ഒരു ഫ്ലോപ്പി ഡിസ്കിലോ അങ്ങനെ എന്തെങ്കിലും ഡിവൈസിലായിട്ട് ഫിസിക്കലായിട്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് കുറച്ച് പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. ദെൻ സെക്കൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത് വെരിഫൈ എ കീ ബൈ ഫോൺ. ഫോണിലൂടെ ഫോൺ കോളിലൂടെ ഇപ്പൊ ബിനെയാണ് റെക്കഗ്നൈസ്. ഇഫ് എ ക്യാൻ റെക്കഗ്നൈസ് ബി ഓൺ ദ ഫോൺ, എ കുഡ് കോൾ ബി ആൻഡ് ആസ്ക് ഹർ ടു ഡിറ്റേറ്റ് ദ കീ ഇൻ റാഡിക്സ് 64 ഫോർമാറ്റ്. ഈ ഫോർമാറ്റിലാണ് കീ ഡിറ്റേറ്റ് ചെയ്യേണ്ടത്, ഇമെയിൽ കമ്പാറ്റബിൾ ഫോർമാറ്റ്. ആസ് എ മോർ പ്രാക്ടിക്കൽ, അതർവൈസ് ഇമെയിൽ ആയിട്ട് സെൻഡ് ചെയ്യാം. എ കുഡ് ഹാവ് PGP generate email message. As a more practical alternative, B could transmit her key in an email message to A. Public key ne transfer ചെയ്യാം. A could have PGP generate a 160-bit hash SHA-1 digest of the key and display it in hexadecimal format. അപ്പോൾ എക്ക് ആ ഇമെയിൽ വഴി കീ കിട്ടുമ്പോൾ എ അതിൻ്റെ ഒരു ഹാഷ് വാല്യൂ ജനറേറ്റ് ചെയ്യുന്നു ഹെക്സാഡെസിമൽ ഫോർമാറ്റിൽ. ഇതിനെയാണ് ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്നത്. ഫിംഗർ പ്രിന്റ് ദിസ് നോൺ ആസ് ഫിംഗർ പ്രിന്റ് ഓഫ് ദ കീ. സോ സെയിം ഫിംഗർ പ്രിന്റ് തന്നെ ബിക്കും ജനറേറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് അത് രണ്ടും സെയിം ആണെങ്കിൽ കീനെ വെരിഫൈ ചെയ്യാം. കീ ഈസ് വെരിഫൈഡ്. ദെൻ തേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒബ്റ്റെയിൻ ബീസ് പബ്ലിക് കീ ഫ്രം എ മ്യൂച്വൽ ട്രസ്റ്റഡ് ഇൻഡിവിജ്വൽ ഡി. വേറൊരു ഇൻഡിവിജ്വലിനെ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഇൻഡിവിജ്വൽ ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്. ഫോർ ദിസ് പർപ്പസ് ദ ഇൻട്രൊഡ്യൂസർ ഡി ക്രിയേറ്റ്സ് എ സൈൻഡ് സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദ സർട്ടിഫിക്കറ്റ് ഇൻക്ലൂഡ്സ് സർട്ടിഫിക്കറ്റിനകത്ത് എന്തൊക്കെയുണ്ട്? ബിയുടെ പബ്ലിക് കീ ഉണ്ടായിരിക്കും. ബിയുടെ പബ്ലിക് കീ ആണ് എക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ബിയുടെ പബ്ലിക് കീ ഉണ്ടായിരിക്കും, ദ ടൈം ഓഫ് ക്രിയേഷൻ ഓഫ് ദ കീ ആൻഡ് എ വാലിഡിറ്റി പീരീഡ് ഫോർ ദ കീ. ഇത്രയും കാര്യങ്ങൾ അതിലുണ്ടാവും. ഡി ജനറേറ്റ്സ് ആൻ SHA-1 digest of this certificates, encrypts it with her private key. ഡിയുടെ പ്രൈവറ്റ് കീ കൊണ്ട് ഇതിനെ എൻക്രിപ്റ്റ് ചെയ്യും, കാരണം ഡി ആണ് സെൻഡ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ. ആൻഡ് അറ്റാച്ചസ് ദ സിഗ്നേച്ചർ ടു ദ സർട്ടിഫിക്കറ്റ്. Because only D could have created the signature, no one else can create a false public key and pretend that it is signed by D. The signed certificate could be sent directly to A or by B or D, or could be posted on a bulletin board. ഇങ്ങനെ ഒരു മെത്തേഡിൽ സെൻഡ് ചെയ്യാൻ പറ്റും. ഒരു മ്യൂച്വൽ ട്രസ്റ്റഡ് ഇൻഡിവിജ്വൽ ഡി യൂസ് ചെയ്ത് സെൻഡ് ചെയ്യാൻ പറ്റും. ദെൻ ഫോർത്ത് അപ്രോച്ച് ഇസ് ഒബ്റ്റെയിൻ ബീസ് പബ്ലിക് കീ ഫ്രം എ ട്രസ്റ്റഡ് സർട്ടിഫയിങ് അതോറിറ്റി. ഒരു സർട്ടിഫയിങ് അതോറിറ്റി അതിൽ നിന്ന് ബിയുടെ പബ്ലിക് കീ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. Again, a public key certificate is created and signed by the authority. A could then access the authority providing a user's username and receiving a signed certificate. So, public key management next use ചെയ്യുന്ന ഫീൽഡാണ് the use of trust. Trust എന്ന് പറഞ്ഞ ഫീൽഡാണ് അടുത്ത് യൂസ് ചെയ്യുന്നത്. ട്രസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ബിലീവ് ചെയ്യാന്നുള്ള മീനിങ്. PGP does not include any specification for establishing certifying authorities. അല്ലെങ്കിൽ അതുപോലെ തന്നെ ട്രസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ യൂസ് ചെയ്യുന്നില്ല, PGP-യിൽ യൂസ് ചെയ്യുന്നില്ല. പബ്ലിക് കീ ട്രസ്റ്റ് അസോസിയേറ്റ് ചെയ്യുന്ന പബ്ലിക് കീസിന്റെ ഒപ്പം തന്നെയാണ് ട്രസ്റ്റ് അസോസിയേറ്റ് ചെയ്യുന്നത്. സോ പബ്ലിക് കീസിന്റെ ഒപ്പം അസോസിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ പബ്ലിക് കീ റിംഗിലാണ് ട്രസ്റ്റിന്റെ ഇൻഫർമേഷൻ കൂടി കൊടുക്കുന്നത്. പബ്ലിക് കീ റിംഗിൽ ഡിഫറെന്റ് യൂസേഴ്സിന്റെ പബ്ലിക് കീസ് ഉണ്ടായിരിക്കും, അതിന്റെ ഒപ്പം തന്നെ ട്രസ്റ്റിന്റെ ഫീൽഡും കൂടി അതിൽ കൊടുക്കുന്നു. ഈച്ച് എൻട്രി ഇൻ ദ പബ്ലിക് കീ റിംഗ് ഇസ് എ പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് എൻട്രി. 3 ഫീൽഡുകൾ ഓരോ പബ്ലിക് കീക്കും ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കീ ലെജിറ്റിമസി ഫീൽഡ്, സെക്കൻഡ് വൺ ഈസ് സിഗ്നേച്ചർ ട്രസ്റ്റ് ഫീൽഡ് ആൻഡ് തേർഡ് വൺ ഈസ് ഓണർ ട്രസ്റ്റ് ഫീൽഡ്. സോ കീ ലെജിറ്റിമസി ഫീൽഡ് ഇൻഡിക്കേറ്റ്സ് the extent to which PGP will trust that this is a valid public key for this user. ഒരു പബ്ലിക് കീയുടെ ഇപ്പൊ ബിയുടെ പബ്ലിക് കീ അതിൻ്റെ ഒപ്പം അതിന്റെ ആ റോയിൽ തന്നെ 3 ഫീൽഡുകൾ ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് കീ ലെജിറ്റിമസി ഫീൽഡാണ്. കീ ലെജിറ്റിമസി ഫീൽഡ് എന്ന് പറയുന്നത് PGP ഈ ബി എന്ന് പറഞ്ഞ യൂസറിന്റെ പബ്ലിക് കീനെ എത്രയ്ക്കും ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്, എക്സ്റ്റെന്റ് ടു വിച്ച് PGP വിൽ ട്രസ്റ്റ് ദിസ്, ആ വാല്യൂ ആയിരിക്കും അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ദെൻ സിഗ്നേച്ചർ ട്രസ്റ്റ് ഫീൽഡാണ് നെക്സ്റ്റ് ഫീൽഡ് ഇതിൽ വരുന്നത്, ഓരോ പബ്ലിക് കീയുടെ ഒപ്പം ഉണ്ടാകുന്നത്. ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ദ എൻട്രി 0 or more സിഗ്നേച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഓരോ പബ്ലിക് കീക്കും സിഗ്നേച്ചേഴ്സ് ഉണ്ടായിരിക്കും. ദ കീ റിംഗ് ഓണർ ഹാസ് കളക്റ്റഡ്, കീ റിംഗ് ഓണർ കളക്ട് ചെയ്ത സർട്ടിഫിക്കറ്റ് സിഗ്നേച്ചേഴ്സ് ആണത്. ഓരോന്നിനും സിഗ്നേച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഇൻ ടേൺ ഈച്ച് സിഗ്നേച്ചർ, ഓരോ സിഗ്നേച്ചറിനും അസോസിയേറ്റ് സിഗ്നേച്ചർ ട്രസ്റ്റ് ഫീൽഡ് ഉണ്ടായിരിക്കും.
which indicates signature trust field എന്ന് പറഞ്ഞാൽ എന്താണ്? This indicates the degree to which this PGP user trusts the signer to certify the public key. PGP user സൈനറിനെ എത്രയ്ക്കും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഫൈനലി ഈച്ച് എൻട്രി ഡിഫൈൻസ് എ പബ്ലിക് കീ അസോസിയേറ്റഡ് വിത്ത് എ പെർട്ടിക്കുലർ ഓണർ. ഓണർ ട്രസ്റ്റ് ഫീൽഡ് ഉണ്ടായിരിക്കും ഓരോ പബ്ലിക് കീയുടെ ഒപ്പം. ഈസ് ഇൻക്ലൂഡഡ് ദാറ്റ് ദ ഡിഗ്രി ടു വിച്ച് ദിസ് പബ്ലിക് കീ ഈസ് ട്രസ്റ്റഡ്. ഈ പബ്ലിക് കീ എത്രയ്ക്കും ട്രസ്റ്റഡ് ആണെന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ടു സൈൻ അതർ പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സ്. സോ അങ്ങനെ മൂന്ന് ഫീൽഡുകളുണ്ട്. കീ ലെജിറ്റിമസി ഫീൽഡ്, ട്രസ്റ്റിന് യൂസ് ചെയ്യുന്ന 3 ഫീൽഡ്സ് ആണ്. കീ ലെജിറ്റിമസി ഫീൽഡ്, സിഗ്നേച്ചർ ട്രസ്റ്റ് ഫീൽഡ് ആൻഡ് ഓണർ ട്രസ്റ്റ് ഫീൽഡ്. ഇത് ടുഗദർ ആയിട്ട് ഒരു സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനെയാണ് ട്രസ്റ്റ് ഫ്ലാഗ് ബൈറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. നെക്സ്റ്റ് പബ്ലിക് കീ മാനേജ്മെന്റിൽ വരുന്ന പോയിന്റ് ആണ് റിവോക്കിംഗ് പബ്ലിക് കീസ്. റിവോക്കിംഗ് എന്ന് പറഞ്ഞാൽ ടേക്ക് ബാക്ക്. ഇപ്പോൾ ഒരാൾക്ക് അയാളുടെ പബ്ലിക് കീ പ്രൈവറ്റ് കീ പെയറൊക്കെ ക്രിയേറ്റ് ചെയ്തു, കഴിഞ്ഞ് ഈ ടേബിളിലേക്ക് അത് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരാൾക്ക് അയാളുടെ പബ്ലിക് കീ ടേക്ക് ബാക്ക് ചെയ്യണം, അതായത് ആ പബ്ലിക് കീ ചേഞ്ച് ചെയ്യണം എന്ന് വെക്കാം. ചേഞ്ച് ചെയ്യാൻ 2 റീസൺസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് റീസൺ ഈസ് ബിക്കോസ് കോംപ്രമൈസ് ഇസ് സസ്പെക്റ്റഡ്. അതായത് വേറെ ആർക്കെങ്കിലും ഇയാളുടെ പ്രൈവറ്റ് കീ കിട്ടിയിട്ടുണ്ടോ എന്ന് സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പബ്ലിക് കീനെ അതിൽ നിന്ന് മാറ്റാൻ തോന്നും, വേറെ സെറ്റ് ഓഫ് കീസ് ഉണ്ടാക്കാനായിട്ട് മാറ്റാം. അല്ലെങ്കിൽ സെയിം കീ എപ്പോഴും യൂസ് ചെയ്യുന്ന അവോയ്ഡ് ചെയ്യാൻ, ഫോർ ആൻ എക്സ്റ്റെൻഡഡ് പീരീഡ് സെയിം കീയുടെ യൂസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. എനിവേ പബ്ലിക് കീനെ റിവോക്ക് ചെയ്യാൻ, ടേക്ക് ബാക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ദ കൺവെൻഷൻ ഫോർ റിവോക്കിംഗ് എ പബ്ലിക് കീ ഈസ് ഫോർ ദ ഓണർ ടു ഓണർ. ആ പബ്ലിക് കീയുടെ ഓണർ എന്ത് ചെയ്യണം? ഒരു റിവോക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. ആ ഓണർ തന്നെ സൈൻ ചെയ്യുക മീൻസ് യൂസിങ് പ്രൈവറ്റ് കീ സൈൻ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ്, key revocation certificate generate ചെയ്യണം. This certificate has the same form as a normal signature certificate but includes an indicator. ഇത് നോർമൽ സർട്ടിഫിക്കറ്റ് പോലെ തന്നെയാണ്, പക്ഷെ ഇതിനൊരു ഡിഫറൻസ് ഉള്ളത് കീ റിവോക്ക് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്യണം. The corresponding private key must be used. ഈ സർട്ടിഫിക്കറ്റ് ഫോം ചെയ്യാൻ സൈൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? പ്രൈവറ്റ് കീ യൂസ് ചെയ്യുക. ഏത് പബ്ലിക് കീ ആണോ നമുക്ക് ടേക്ക് ബാക്ക് ചെയ്യേണ്ടത് അതിന്റെ സെയിം പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ടാണ് ഈ സർട്ടിഫിക്കറ്റിനെ സൈൻ ചെയ്യാം. The owner should then attempt ആഫ്റ്റർ ഇതിനെ റിവോക്ക് ചെയ്തു, ടേക്ക് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓണർ എന്ത് ചെയ്യണം? ഒരുപാട് പേരുടെ ഇപ്പോൾ ആ ഓണറുടെ പബ്ലിക് കീ ഉണ്ടായിരിക്കും, ഒരുപാട് പേരുടെ പബ്ലിക് ഹിയറിംഗ്സിൽ ഉണ്ടായിരിക്കും, ആ കമ്മ്യൂണിക്കേഷനിൽ എല്ലാവരുടെയും പബ്ലിക് ഹിയറിംഗ്സിൽ ഉണ്ടായിരിക്കും. അതിൽ നിന്നൊക്കെ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഓണർ എന്ത് ചെയ്യണം? ദ ഓണർ ഷുഡ് then attempt to distribute the certificate as widely and as quickly as possible to enable potential correspondents, other parties in the communication, to update their public hearings. അപ്പോൾ ഇതിനെ ആ പബ്ലിക് ഹിയറിംഗിൽ നിന്ന് എല്ലാവരുടെ റിംഗിൽ നിന്നും ഇതിനെ മാറ്റണം. Thank you.